കുന്നംകുളം നഗരസഭയിൽ ഭരണസമിതി നടത്തുന്ന വികസന പ്രവർത്തികൾക്കെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് നടത്തുന്നത് ആശയ ദാരിദ്ര്യ സമരമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ആരോപിച്ചു. വസ്തുതകൾ മനസ്സിലാക്കാതെയും പഠിക്കാതെയുമാണ് കോൺഗ്രസ് ഓരോ സമരവും നടത്തുന്നത്. ഇത് കേവലം ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന് വേണ്ടി മാത്രമാണ്. നിസ്സാര കാര്യങ്ങൾ പോലും പെരുപ്പിച്ചു കാണിച്ച് നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത് കരുതിക്കൂട്ടിയുള്ള സമരമാണെന്നും ജനപിന്തുണയുള്ളതുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഇന്ധന വിതരണത്തിൽ 11,710 രൂപയാണ് ഒക്ടോബർ മാസത്തിൽ കുടിശ്ശികയുള്ളത്. ഇത് ഉടൻ നൽകാമെന്ന് അറിയിച്ചതോടെ നഗരസഭയ്ക്ക് ഇന്ധനം നൽകാമെന്നും ഉടമ അറിയിച്ചതായി ചെയർപേഴ്സൺ പറഞ്ഞു. ഇന്ധനം അടിച്ച വകയിൽ നവംബർ മാസത്തിലെ ബിൽ 1,53,287 രൂപയാണ്. അത് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതേയുള്ളൂ. 3 മാസം കൂടുമ്പോഴാണ് സാധാരണ ഇത്തരം ബില്ലുകൾ കൊടുത്തു തീർക്കാറുള്ളത്. എന്നാൽ നഗരസഭയിൽ ഇത്തരത്തിൽ കാലതാമസം വരുത്താറില്ലെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. പക്ഷേ ഈ നവംബർ മാസത്തിൽ അടച്ചുള്ള ബില്ല് ഡിസംബർ മാസത്തിൽ ഇതാ അതിൻ്റെ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുക. 53,287 രൂപ. അത് അയാൾ പച്ച മാർക്ക് ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നതാ. അപ്പോൾ 1,53,287 രൂപയാണ് നമ്മൾ ഈ ഡിസംബർ മാസത്തിൽ കൊടുക്കുന്നത്. ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട അതിൻ്റെ രേഖകൾ തയ്യാറായിട്ടുണ്ട്, ബില്ല് തയ്യാറായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി പോകുന്ന ഒരു ഭരണസമിതി തന്നെയാണിത്. ഈ ഭരണസമിതിയെ ചളിവാരി തേക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ആരായാലും ഇതാണ് വസ്തുത. കരുതിക്കൂട്ടി ഭരണസമിതിയെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്ന കോൺഗ്രസിനെ ആശയദാരിദ്ര്യം കാരണമാണ് ഇത്തരം സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും ഇത് തികച്ചും ഖേദകരമാണെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. നഗരസഭ ദാരിദ്ര്യത്തിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ആഭാസ സമരമാണ് ഇത്. ജനങ്ങൾ തിരിച്ചറിയും. ഇതിന്റെ ഈ എന്താണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് എന്നുള്ള വസ്തുതയും കൂടി വെളിച്ചത്ത് കൊണ്ടുവരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. CCTV ന്യൂസ്, കുന്നംകുളം.